കേരള കോൺഗ്രസ് ജോസഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചത് തൊടുപുഴയിലെ സ്ഥാനാർത്ഥി തന്നെയാണ്. കാരണം ഒരു തലമുറ മാറ്റത്തിലൂടെ പി ജെ ജോസഫ് മാറി മകൻ അബു ജോൺ ജോസഫ് സ്ഥാനാർത്ഥിയായി വരികയാണ്. എന്താണ് പറയാനുള്ളത്? പി ജെ ജോസഫ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഭീഷ്മാചാര്യരുടെ പിൻഗാമിയാന്ന് വരിക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ ഏറ്റവും ഭാരം പിടിച്ച ഒരു ഉത്തരവാദിത്തമാണ്. കാരണം തൊടുപുഴയാക്കിയ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇടുക്കിയെ മിടുക്കിയാക്കിയ പി ജെ ജോസഫിൻ്റെ പാത പിന്തുടരുക എന്ന് പറയുന്നത് ആ ഒരു സ്കെയിലിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. തൊടുപുഴയുടെ ഒരു അടുപ്പക്കുറവുണ്ട്. കാരണം കുറേ നാൾ വിദേശത്തായിരുന്നു, അതും പിന്നീട് വന്നതാണ്. ഇങ്ങനെ ആളുകൾ പറയുന്ന ഒരു കഥ, അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഞാൻ ജനിച്ചത് ഇവിടെയാണ്, ഞാൻ സ്കൂൾ പഠിച്ചത് ഇവിടെയാണ്, 10ാം ക്ലാസ് വരെ തൊടുപുഴ പഠിച്ചത്. പിന്നീട് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് 2008 വീണ്ടും തൊടുപുഴയിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. കഴിഞ്ഞ 16, 17, 18 വർഷമായി ഞാനും ഇവിടെ തന്നെ ഉണ്ട്. ഈ ആളുകൾ ഈ ഒരു ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി പേരൊക്കെ ഉയർന്നു വന്ന സമയത്ത് തന്നെ ഒരു എതിർപ്പുണ്ടായിരുന്നു. അതിനെയൊക്കെ എങ്ങനെ മറികടക്കാൻ കഴിയും? എതിർപ്പ് 1-2 പേരൊക്കെ പറഞ്ഞതല്ലാതെ പൊതുവേ ആളുകൾ അങ്ങനെ ഒരു എതിർപ്പ് പറഞ്ഞതായിട്ട് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും എതിർപ്പുകൾ സ്വാഭാവികമായിട്ടും വരും. പക്ഷെ അതൊന്നും ഒരു പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഈ പ്രസ്ഥാനത്തോട് ഒപ്പമുണ്ട്. പി ജെ ജോസഫ് അപ്പച്ചൻ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിലെ 100% പ്രവർത്തകരും ഈ ഒരു കാര്യത്തിൽ ഒപ്പമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഈ സ്ഥാനാർത്ഥിത്വം എന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി എന്തായിരിക്കും? മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഞാനൊരു 20 വർഷം മുമ്പ് എവിടെയെങ്കിലും ഒരു ജനപ്രതിനിധി ആയാലേ. മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ഒരു യോഗ്യതയില്ലാത്ത ഒരാളെ ഇതിലേക്ക് നൂലേക്കിട്ട് ഇറക്കുക എന്ന് പറയുന്നതാണ്. ഞാൻ ഈ പാർട്ടിയിലെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, 2021 എൻ്റെ പേര് പല കോണുകളിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ അന്ന് പാർട്ടി ചെയർമാൻ അപ്പച്ചൻ പറഞ്ഞത് അബുവിന് പ്രവർത്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം പാർട്ടി കൊടുത്തിട്ടുണ്ട്, അവിടെ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച് വരികയാണെങ്കിൽ പിന്നീട് നോക്കാം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അത് കൊടുത്തു. അപ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ കാലയളവിൽ പാർട്ടിയുടെ 14 ജില്ലകളിലും പ്രത്യേകിച്ച് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്ന് പാർട്ടിക്ക് എല്ലാ വാർഡുകളിലും തന്നെ വാർഡ് കമ്മിറ്റികളുണ്ട്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 2020 തൊടുപുഴയിൽ നിന്നും 35 സ്ഥാനാർത്ഥികളാണ് ജയിച്ചതെങ്കിൽ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ ജയിച്ചത് കേരള കോൺഗ്രസിൻ്റെ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ 56 ജനപ്രതിനിധികളുണ്ട് തൊടുപുഴ. അത് തന്നെ തൊടുപുഴയിലെ പാർട്ടി സംഘടന വളർന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. അപ്പം പ്രവർത്തിച്ച് തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് തൊടുപുഴയിൽ കാര്യമായ വികസനമില്ല എന്നുള്ളതാണ് LDF പറയുന്നത്. ആ പ്രചരണത്തിന് എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്? നിങ്ങൾ ഈ ടൗണിലേക്ക് ഇറങ്ങി ഒന്ന് ചുറ്റും നോക്കിയാൽ മതി. ഈ തൊടുപുഴയിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിന് ഇടയിലാണ് തൊടുപുഴയിലെ എല്ലാ പഞ്ചായത്തിലും ഇന്ന് കുടിവെള്ളം എത്തിയിട്ടുണ്ട്. തൊടുപുഴയിലെ ഒരുമാതിരിപ്പെട്ട റോഡുകളെല്ലാം BMC നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തോക്കുമൻസാട് റോഡ് അത് ഈ കാലഘട്ടത്തിൽ വന്നതാണ്. തോക്കുമൻസാട് റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക, തൊമ്മൻകുത്ത് വഴി മുകളിലേക്ക് പോകുന്ന വഴി. അതുപോലെ തന്നെ ഈ നമ്മുടെ പുഴയോര ഹൈവേ. അതുപോലെ ഇത്രയും വികസനമുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് തൊടുപുഴയിൽ വികസനമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒന്നുകിൽ കണ്ണുപൊട്ടന്മാരായിരിക്കണം, അല്ലെങ്കിൽ മനഃപൂർവ്വം പറയുന്നതായിരിക്കണം. എന്തായാലും തീർച്ചയായിട്ടും വിജയാശംസകൾ നേരുകയാണ്. വലിയൊരു സസ്പെൻസ് പൊളിച്ചുകൊണ്ടാണ് അബു ജോൺ ജോസഫ് തൊടുപുഴയിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുന്നത്. നിഖിൽ നിളയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.